കരാർ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ ഇടുക്കി അടിമാലി KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. മുതുവാൻ സമുദായമാണ് പ്രതിഷേധം നടത്തുന്നത്. പടിക്കപ്പ് സ്വദേശി രമേശിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ന്യായമായ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രതിഷേധത്തോട് എങ്ങനെയാണ് അധികൃതർ പ്രതികരിക്കുന്നത്? പ്രതിഷേധം 1 മണിക്കൂർ മുമ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ 10:30 പ്രതിഷേധം തുടങ്ങിയത്. പിന്നീട് 12:30 KCB ഉദ്യോഗസ്ഥരുമായി മുതുവാൻ സമുദായ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനമാക്കുകയായിരുന്നു. KCB ഉദ്യോഗസ്ഥരുമായിട്ടാണ് ചർച്ച നടത്തിയത്. 5 ലക്ഷം രൂപ ധനസഹായം നൽകാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് കോൺട്രാക്ടറാണ് നൽകേണ്ടത്. കരാർ ഏറ്റെടുത്തിൽ ഈ ടച്ച് വെട്ടുന്ന ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരനാണ് ഈ പൈസ നൽകേണ്ടത്. ഇത് താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഈ മരിച്ച രമേശ് എന്ന് പറയുന്ന പടിക്കപ്പ് സ്വദേശി 24 വയസ്സുകാരൻ. ഈ KCBയുടെ ഫ്യൂസ് ഉൾപ്പെടെ ഊരുന്ന ജോലികൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അത് ശാസ്ത്രീയമായ രീതിയിലല്ല നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ മുതുവാൻ സമുദായ അംഗങ്ങൾ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷ വഴി KCB 8 ലക്ഷം രൂപ നൽകുന്ന സ്കീമും തരപ്പെടുത്തും എന്നുള്ളതാണ് ഈ ആളുകളെ, ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.